നമസ്കാരം. വിശ്വാസ്യതയ്ക്ക് വിലയിടിയുമ്പോൾ നീറ്റ് യുജി പരീക്ഷയിലെ ചോദ്യക്കടലാസ് ചോർച്ചയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയ നിരീക്ഷണങ്ങളും നൽകിയ നിർദ്ദേശങ്ങളും സർക്കാരും സർവകലാശാലകളും പരീക്ഷാ നടത്തിപ്പ് ചുമതലയുള്ള ഏജൻസികളും സവിസ്തരം ചർച്ച ചെയ്യുകയും ശക്തമായ നിലപാടുകളും തീരുമാനങ്ങളും സ്വീകരിക്കുകയും ചെയ്യണം. നീറ്റിൽ ചോദ്യക്കടലാസ് ചോർച്ച ഉണ്ടായെന്ന വസ്തുത നിഷേധിക്കാൻ കഴിയില്ലെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് പറഞ്ഞത് വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ്. അതിന്റെ വ്യാപ്തിയാണ് ഇനി അറിയേണ്ടത്. 24 ലക്ഷം വിദ്യാർത്ഥികൾ പങ്കെടുത്ത നീറ്റ് പരീക്ഷ വീണ്ടും നടത്തുന്നതിനുള്ള ബുദ്ധിമുട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. പുനഃപരീക്ഷ അവസാന മാർഗമാണെന്നും എന്നാൽ ചോർച്ചയുടെ വ്യാപ്തി കണക്കാക്കിയേ തീരുമാനമെടുക്കാനാവൂ എന്നുമാണ് കോടതിയുടെ നിലപാട്. ചോർച്ചയ്ക്കും പരീക്ഷയ്ക്കും ഇടയിലുള്ള സമയവ്യത്യാസം ചെറുതാണെങ്കിൽ പുനഃപരീക്ഷയ്ക്കുള്ള സാഹചര്യം ഒഴിവാക്കാമെന്ന് അഭിപ്രായപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഇലക്ട്രോണിക് മാധ്യമം വഴിയോ സമൂഹ മാധ്യമം വഴിയോ ആണെങ്കിൽ വീണ്ടും പരീക്ഷ നടത്തേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഏതായാലും നീറ്റ് പരീക്ഷയുടെ പവിത്രതയ്ക്ക് കളങ്കമുണ്ടായെന്ന കാര്യം സംശയാതീതമായി തെളിഞ്ഞു എന്നുള്ള ഡിവിഷൻ ബെഞ്ചിന്റെ വിലയിരുത്തൽ നമ്മുടെ പരീക്ഷാ സമ്പ്രദായത്തിന്റെയും ഉന്നത വിദ്യാഭ്യാസത്തിന്റെയും സമകാലിക സാഹചര്യം വെളിപ്പെടുത്തുന്നു. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനോടും ദേശീയ പരീക്ഷാ ഏജൻസിയായ NDAയോടും കോടതി പല ചോദ്യങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. അതിന് മറുപടി നൽകാൻ നാളെ വൈകുന്നേരം വരെ സമയവും അനുവദിച്ചു. മറ്റു ചില പരീക്ഷകളുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിവരങ്ങളും സുപ്രീം കോടതി തേടിയിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം തന്നെ പുറത്തുവന്ന നീറ്റ് പരീക്ഷാ ഫലത്തിലെ അസ്വാഭാവികതകൾ ആരും ശ്രദ്ധിക്കാതെ പോകും എന്ന് ചിലർ കരുതിയിരിക്കാം. എന്നാൽ ഇത്രയും സുപ്രധാനമായൊരു പരീക്ഷയുടെ ഫലത്തിലുണ്ടായ ചില കല്ലുകടികൾ തുടക്കത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. മാധ്യമങ്ങൾ അത് ചർച്ചയാക്കി. മുഴുവൻ മാർക്കും നേടി 1ാം റാങ്ക് കരസ്ഥമാക്കിയവരുടെ എണ്ണ കൂടുതലായിരുന്നു ഒരു പ്രധാന അപാകതയായി തോന്നിയത്. ഗ്രേസ് മാർക്ക് നേടിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. മറ്റു ചിലരാകട്ടെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്ത സ്ഥലം വിട്ട് വിദൂര സ്ഥലത്ത് പോയി പരീക്ഷ എഴുതിയതും അസ്വാഭാവികതയായി തോന്നി. നീറ്റിൽ ഉയർന്ന മാർക്ക് നേടി റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ച പലരുടെയും 12ാം ക്ലാസ് പരീക്ഷാ വിജയത്തിൽ അത് പ്രതിഫലിക്കാത്തതും സംശയത്തിനിടയാക്കി. നമ്മുടെ പല അഴിമതികളും സ്വജനപക്ഷപാതവും നിയമവിരുദ്ധ നടപടികളും ഒക്കെ ആദ്യ ആരവങ്ങൾ അടങ്ങുമ്പോൾ എരിഞ്ഞടങ്ങുന്നത് നിരന്തരം കാണാറുണ്ട്. അത് ദേശീയ തലത്തിലായാലും സംസ്ഥാനങ്ങളിലായാലും. എത്രയോ വൻ കോഴ കേസുകൾ ഇന്നും യാഥാർത്ഥ്യമറിയാതെ കിടക്കുന്നു. കേരളത്തിൽ കോളിളക്കമുണ്ടാക്കിയ ചാരക്കേസിന്റെ അവസ്ഥ എന്തായി? ഇന്നും അതിന്റെ പേരിലുള്ള തർക്കങ്ങളും കോടതി നടപടികളും തുടരുന്നു. കേരളത്തിൽ PSC അംഗത്വം നേടാൻ 60 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട ആരോപണം ഉയർന്നിരിക്കുന്നു. ഇത്രയും തുക നൽകി PSC അംഗത്വം നേടിയെടുത്താൽ അത് എങ്ങനെ മുതലാക്കും എന്ന ചോദ്യവും ഉയരുന്നു. അധ്യാപക തസ്തികയ്ക്ക് പോലും ദശലക്ഷങ്ങൾ കോഴ വാങ്ങുന്ന നാട്ടിൽ ഇത്രയും സാധ്യതയുള്ളൊരു തസ്തികയ്ക്ക് 60 ലക്ഷം അത്ര വലിയൊരു തുകയൊന്നുമല്ലെന്ന് പലർക്കും അറിയാം. അത് മനസ്സിലാക്കിയവരാണ് ഈ വിലയൊക്കെ ഇട്ട് സ്ഥാനമുറപ്പിക്കുന്നത്. 1 ലക്ഷത്തിലേറെ മാസ ശമ്പളവും തത്തുല്യമായ പെൻഷനും ഒക്കെയുള്ള സ്ഥാനമാണിത്. അത് നേടാൻ പണമിറക്കും, തട്ടിപ്പും നടത്തും. തട്ടിപ്പുകളെ സാമാന്യവൽക്കരിച്ചതുകൊണ്ടോ പാർട്ടി അന്വേഷണം നടത്തി ഒതുക്കിയതുകൊണ്ടോ കാര്യമില്ല. പ്രതിപക്ഷവും ആരംഭ ശൂരത്വം കാട്ടി അണിയറയിലേക്ക് വലിഞ്ഞേക്കാം. കാരണം തട്ടിപ്പുകൾക്ക് രാഷ്ട്രീയ ഭേദമോ ജാതി ഭേദമോ ഒന്നുമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചില വിചിത്ര കൂട്ടുകെട്ടുകളും പരസ്പര സഹായവും ഒക്കെ എല്ലാത്തിലും ഉണ്ടാവും. പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടാവുമെന്നും അതിനെതിരെ നടപടികളും സ്വാഭാവികമായി ഉണ്ടാകുമെന്നും PSC കോഴയെക്കുറിച്ചുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ആ വിഷയത്തിന്റെ ഭാവി സൂചിപ്പിക്കുന്നുണ്ട്. PSCയെ അപകീർത്തിപ്പെടുത്താൻ പല ശ്രമങ്ങളും ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോഴും തട്ടിപ്പ് കേസുകളിൽ പ്രമുഖർ ഉൾപ്പെടുമ്പോഴും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമെന്ന പതിവ് പല്ലവി ആവർത്തിക്കുന്നത് കുറേ പേരെ തൃപ്തരാക്കിയേക്കാം. പക്ഷേ യാഥാർത്ഥ്യവും എത്ര കാലം മൂടിവെക്കാനാവും? മെഡിക്കൽ വിദ്യാഭ്യാസത്തിനും കോളേജ് അധ്യാപനത്തിനും ഒക്കെയുള്ള മത്സര പരീക്ഷകളുടെയും ഉദ്യോഗാർത്ഥികളുടെ തെരഞ്ഞെടുപ്പിന് പരീക്ഷയും ഇന്റർവ്യൂവും ഒക്കെ നടത്തി യോഗ്യരായവരെ കണ്ടെത്താനുള്ള PSCയുടെയും ഒക്കെ വിശ്വാസ്യത ഇത്തരം വിവാദങ്ങളിൽ പെടുമ്പോൾ ജോലിക്കും പഠനത്തിനുമായി കുട്ടികൾ നാടുവിടുന്നതിനെ കുറിച്ച് ഖേദിച്ചിട്ട് എന്ത് കാര്യം? നമസ്കാരം.